കഥ പറഞ്ഞുണരുകയായി പനക്കരയുടെ വഴിയോരങ്ങൾ. ഓലക്കാട്ടായി വീശിയെത്തുമോർമകളുടെ മർമര ശബ്ദം. ഓലക്കാറ്റെ പറയൂ നീ കാലം മാറ്റാത്ത കഥകൾ. ഓലക്കാട്ടായി വന്നണയും ഓർമകളുടെ ഈണമേ. തോട്ടക്കര തൻ മണ്ണിനുള്ളിൽ തുടിക്കുന്നൊരു ജീവനെ. കാലം തീർത്ത കഥകളെല്ലാം കാട്ടിൽ ഇന്നും പാടുമേ. കണ്ണുനീരും പുഞ്ചിരിയും ചേർന്ന ജീവിത ഗീതമേ. പേടിക്കണ്ട, തേങ്ങയാ. മനുഷ്യൻ ചതിച്ചാലും തെങ്ങ് ചതിക്കൂല. മണ്ണിൻ മണം നിറച്ചിടാൻ മനുഷ്യ സ്നേഹത്തിന്റെ കഥ തലമുറകൾ പാടിടാൻ. കൃത്യമായി എന്റെ അടുത്തന്നെ വീണ്ടല്ലോടാ. തേങ്ങകൾക്ക് ചില മനുഷ്യരെ ഇഷ്ടമല്ല, അതുകൊണ്ടാ. ഇത് കരുക്കാണല്ലോടാ. പുതിയ ആളെ കണ്ടപ്പോ അത് പേടിച്ചതാ. ഇനി ശരിയായിക്കോളും. മുതലാളി ഇത് ശരിക്കും കരുക്കാണോ? അവിടെ ഞാനൊന്നോ നന്മ തോറ്റിട്ടില്ലൊരിക്കലും ഇരുളിനപ്പുറത്താൽ. കൈകോർത്താൽ വഴിയുണ്ടാകും പുതുവെളിച്ചം മുന്നിലായി. അവസാനം ഓലക്കാറ്റേ വീശിവാനി. ഇനി നീ ഈ തെങ്ങിലാന്ന് കയറ്. ഈ നാട്ടിലെ ഏറ്റവും വലിയ തെങ്ങ. എല്ലാവർക്കും ഈ തെങ്ങ് കയറാൻ പേടിയാ. നിനക്ക് പറ്റിയൊക്കെ നീ കയറണ്ട. പേടിയുള്ളവർ താഴെ നിൽക്കട്ടെ മുതലാളി. കുറച്ച് അപകടമാണ്. എനിക്ക് കയറുന്നതിൽ പേടിയില്ല. ഇറങ്ങുമ്പോൾ കൂലി ശരിക്കും കിട്ടാതിരിക്കുമോ എന്നാണ് എന്റെ പേടി. വീണാലും വീണ്ടും ഉയരും പ്രതീക്ഷയുടെ നാമ്പുകൾ. സ്നേഹമെന്നൊരു തണൽ മരത്തിൽ പൂക്കുന്നൊരു സ്വപ്നങ്ങൾ. കാറ്റിനൊപ്പം യാത്ര പോകും. നീ സാധാരണ തെങ്ങ് കയറ്റക്കാരനല്ല. മുതലാളിയും ഒരു സാധാരണ മുതലാളി അല്ല. അതെന്താടാ? അതൊക്കെ മുതലാളിക്ക് തന്നെ അറിയാമല്ലോ. കൂലി കിട്ടിയാ പോകാമായിരുന്നു. കുഞ്ഞുകൃഷ്ണ, അവന്റെ കൂലി കൊടുത്ത ഇവിടെ വെട്ട് തീർന്നോ? തേങ്ങ വെട്ട് കഴിഞ്ഞു. ഇനി വെട്ടാനുള്ളത് ചില അഹങ്കാരങ്ങളെയാണ്. കഞ്ഞിക്കുട്ടേട്ടാ, കൂടുതൽ കളിക്കല്ലേ. ശരിയങ്ങന്നേ. അങ്ങോട്ട് വാ, കൂലി അവിടെ തരാം. ജോലി ഇവിടെയും കൂലി അവിടെയും. എന്താണ് പറയുന്നത്? അല്ല, ഞാനൊരു പഴയ കാര്യം ഓർമ്മിച്ചതാ.